കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നീ ഇറങ്ങുന്നില്ലേ? അമ്മ, അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ ഞാൻ പറഞ്ഞതാ അകത്തേക്ക് എന്നെ വിളിക്കരുതെന്ന്. ആ കണ്ടീഷനിലാണ് ഞാൻ വന്നത്. പിന്നിപ്പോ എന്താ ഒരു മാറ്റം? കണ്ണാ, ഇവരെ കൊണ്ട് ഞാൻ ഫെയിൽ ആവുമല്ലോ. എടാ കണ്ണ, ഇവിടെ നിന്റെ വൈഫുണ്ട്. അതിനകത്ത് നിന്റെ വൈഫുണ്ടെന്ന്. ആ, അതുകൊണ്ട് തന്നെ അകത്തേക്ക് വരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത്. അമ്മ ചെല്ല്, ഞാൻ കാറിലിരുന്നോളാം. പിന്നെ 5 മിനിറ്റ് അതിനകം തിരിച്ചു വന്നേക്കണം. വെറുതെ എന്നെ പോസ്റ്റ് ആക്കരുത്. ഇത്രയും വാശി വേണോ മൈസൺ? എന്നാ പിന്നെ അമ്മ ഒരു ടാക്സി വിളിച്ച് തിരിച്ചു വന്നാ മതി. അയ്യോ വേണ്ട. നോ മൈസൺ, ഒന്ന് ഇവിടെ ഇരുന്നാ മതി. ഓൺലി 5 മിനിറ്റ്സ്. അതെ, എന്നെ ആരാ ഇവിടെ കൊണ്ടുവന്ന് അവർ ആസ്ക് ചെയ്താലേ ഞാൻ എന്ത് സമാധാനം പറയും? ഡ്രൈവറാ കൊണ്ടുവന്നെന്ന് പറഞ്ഞാ മതി. ഓ ഗുഡ്, ഡ്രൈവർ. ഓക്കെ, ഐ ഗോ, ഐ ആം പെട്ടെന്ന് കം. ഓക്കെ. എന്റെ കൃഷ്ണ, ഇവനോട് ഇതിൽ കൂടുതൽ എന്ത് പറയാനാ? അമ്മ ഇറങ്ങുന്നില്ലേ? സുധാകരൻ നായരെ, ആശാലതേ, ഇവിടെ ആരും ഇല്ലേ? ഉണ്ട് ഉണ്ട്. അയ്യോ, ആരായത്? പത്മാവതി അമ്മയോ? അവരൊക്കെ എവിടെ? ഒറ്റയ്ക്കാണ് വന്നേ? കാർ വരുന്ന ഒച്ചയൊന്നും കേട്ടില്ലല്ലോ. പത്മാവതി അമ്മ ജ്യോതിയെ വിളിച്ചുകൊണ്ട് പോകാൻ വന്നാണല്ലേ? അല്ല, ഞാൻ വന്നത് വേറൊരു കാര്യത്തിന് നിങ്ങളെയൊക്കെ ക്ഷണിക്കാനാ. അമ്മേ, എന്താ പത്മാവതിയമ്മ വിശേഷം? എന്റെ പിറന്നാളിന് ക്ഷണിക്കാനാ ഞാൻ വന്നത്. എല്ലാവരും വരണം. സന്തോഷമായി പത്മാവതി അമ്മേ, ഞങ്ങളെ ഒഴിവാക്കിയില്ലല്ലോ. അങ്ങനെ ചെയ്യാൻ മനസ്സ് അനുവദിക്കുവോ സുധാകരൻ നായരെ? അമ്മ ഒറ്റയ്ക്കാണോ വന്നേ? അല്ല, ഡ്രൈവറുണ്ട്. അർജുനോ? അല്ല. പിന്നാരാ? ഇതൊരു പുതിയ ഡ്രൈവറാ, എന്റെ മോൻ. അത് ശരി. ഇവിടെ വരെ വന്നിട്ട് ഇങ്ങോട്ട് കേറാതെ പോവാനാ വണ്ടി കയറിയിരിക്കുന്നു? ഞാൻ വിളിക്കാം. അവനെ വിളിക്കണ്ട, അവൻ വരില്ല. ഞാനൊന്ന് നോക്കട്ടെ വരുമെന്ന്. വേണ്ട, അവള് വിളിക്കട്ടെ. അത് ശരി, കാറിനകത്ത് വലിയ ജാട കാണിച്ചിരിക്കുവാണല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. ഓ, അമ്മ അകത്തിയെന്നെല്ലാം വിളമ്പിയെന്നാ തോന്നുന്നു. ആ ബേക്കറിക്കാരി വന്ന് എത്തി നോക്കുന്നത് കണ്ടില്ലേ? ഹലോ ഹിറ്റ്ലറെ, ഈ ഗ്ലാസ് ഒന്ന് താഴ്ത്തിയേ. ഹിറ്റ്ലറെ, ഹലോ, ഒന്ന് വാതിൽ തുറക്കോ. ഗ്ലാസ് തല്ലി പിടിക്കാനാണോ ഉദ്ദേശം? പിന്നെ ഇതിന്റെ ഗ്ലാസ് തല്ലി പിടിച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാ? എന്തായാലും ഇവിടെ വരെ വന്നല്ലേ, ഇറങ്ങ് ഹിറ്റ്ലറെ, കേറിയിട്ട് പോവാം. എനിക്ക് എന്റെ ആവശ്യമില്ല. അനാവശ്യമായ സ്ഥലങ്ങളിൽ ഞാൻ പോകാറുമില്ല. പേടിക്കണ്ട ഹിറ്റ്ലറെ, ഇവിടെ ആരും നിങ്ങളെ പിടിച്ച് വിഴുങ്ങാനൊന്നും പോകുന്നില്ല. അതുമാത്രല്ല, ഇവിടെങ്ങും പെൺവാണിപ്പക്കാരും ഇല്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇറങ്ങാം. ഞാൻ പെൺവാണിപ്പക്കാരനാ, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങാത്തത്. ഒന്ന് ഇറങ്ങു മാഷേ, ഇത്രയ്ക്ക് ഗൗരവമൊന്നും വേണ്ട കേട്ടോ. എന്നോടല്ലേ വിരോധമുള്ളൂ? ഇവിടെ വേറെ 2 പേരുണ്ട്. ഈ മുറ്റം വരെ വന്നിട്ട് അവരെ കാണാതെ പോകുന്നത് ശരിയാണോ? ഒന്ന് ഇറങ്ങ് ഹിറ്റ്ലറെ.
അപ്പോ അവരെ കണ്ടപ്പോ ഇറങ്ങാൻ അറിയാം അല്ലേ? എന്തൊരു വൃത്തിയോട്ട് ജാടയാടോ. മോനെന്താ അകത്തേക്ക് വരാതിരുന്നത്? അമ്മ വന്നല്ലോ, അത് തന്നെ ധാരാളം. അത് ശരിയാണോ? ഞങ്ങൾക്കാർക്കും മോനോട് ഒരേ തീർപ്പുമില്ലല്ലോ. പിന്നെന്തിനാ ഞങ്ങളോട് ഇങ്ങനെ ഒരു അകൽച്ച കാണിക്കുന്നു? അകൽച്ച കാണിച്ചതൊന്നുമല്ല, പോകാൻ അല്പം ധൃതിയുണ്ട്, അതുകൊണ്ടാ. ചുമ്മാതെ അച്ഛാ, ഇത് വെറുതെ ജാടയല്ലേ, അല്ലാതെ ഇപ്പൊ എന്താ? ഉണ്ടായിരിക്കടി. മോനെ അകത്തേക്ക് വാ, ഒരു കപ്പ് കാപ്പി കുടിച്ചിട്ട് നമുക്ക് സന്തോഷമായിട്ട് പിരിയാം. നോ 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 നോ, അതിനി ഒരിക്കലാവാം. പോവാന് ഞങ്ങൾക്ക് അല്പം ധൃതിയുണ്ട്. ഇനിയും കുറെ ആൾക്കാരെ വിളിക്കാനുണ്ട് അല്ലേ മൈസൺ? എല്ലാവരും ക്ഷണിച്ചു കഴിഞ്ഞെങ്കിൽ അമ്മ കയറി നമുക്ക് പോവാം. ഓ, അങ്കിളും ആന്റിയും ഒന്നും വിചാരിക്കരുത്, ധൃതി ഉള്ളതുകൊണ്ടാ. എല്ലാവരും പിറന്നാളിന് വരണം. പോവാം, അമ്മ കയറി. അമ്മേ, അമ്മ എന്നെ വിളിച്ചില്ല. എല്ലാരും വിളിച്ചല്ലോ, അത് മതി. അമ്മ കേറുന്നുണ്ടോ? ഓൾറെഡി ലേറ്റായി. ആ, വരുന്നു മക്കളെ. ശരി മോളെ. ആഹാ, ഇത് കൊള്ളാലോ. യൂണിഫോമിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ പരിപാടി തുടങ്ങിയോ? കള്ളന് കഞ്ഞി വെച്ചാണ് താൻ. ACPയുടെ കാര്യം ആദ്യം തനിക്ക് ഇൻഫർമേഷൻ കിട്ടിയെന്ന് എനിക്കറിയായിരുന്നു. എന്നിട്ടും ഞാൻ പറഞ്ഞിട്ടാണെന്ന് അറിഞ്ഞ മട്ടിൽ താൻ അഭിനയിച്ച് തകർത്ത് കളഞ്ഞു. ഇപ്പൊ എത്ര എണ്ണം കഴിഞ്ഞു? നല്ല മൂഡിലാണല്ലോ. ഞാൻ ഒരെണ്ണം കഴിച്ചേ ഉള്ളൂ. രണ്ടാമതൊഴിക്കുമ്പോഴാ താൻ കയറി വന്നത്. ഒരു കാര്യം എവിടെ ഓപ്പറേറ്റ് ചെയ്താൽ അത് വർക്കൗട്ട് ആവുമെന്ന് തനിക്ക് നല്ലതുപോലെ അറിയാം. ആ ACPയുടെ മുഖം കണ്ടപ്പോ എനിക്ക് നല്ല കഷ്ടം തോന്നി. ഓഹോ, അപ്പോ അതിന്റെ ആയിരിക്കും ആഘോഷം. ഏയ് അല്ലല്ല, ഇത് റൊട്ടീൻ. കേസ് ഫയലും ഡയറിയൊക്കെ എനിക്ക് ഹാൻഡ് ഓവർ ചെയ്തപ്പോ അവരെന്നോടൊരു കാര്യം പറഞ്ഞു. എന്ത് കാര്യം? ഈ കേസിൽ നിന്ന് മാറിപ്പോയാലും അവരിവിടെയൊക്കെ തന്നെ കാണുമെന്ന് തന്നോട് പറഞ്ഞേക്കാൻ. പെണ്ണായിപ്പോയി, ഇല്ലെങ്കിൽ അടിച്ച് കരണം പുകച്ചാന ഞാൻ. എടോ, താൻ അത് വിട്. ACP അന്ന മേരി ജോൺ എന്ന അധ്യായം അവസാനിച്ചു. അതിനുവേണ്ടി തിരുവനന്തപുരത്തെ പ്രമാണിമാരോടൊന്ന് റിക്വസ്റ്റ് ചെയ്യേണ്ടി വന്നു. അതിന് ഫലം ഉണ്ടായല്ലോ. ആ ഡ്രൈവർ ഉടനെ കണ്ടെത്തണം, ആ ജാവേദിനെ. അന്ന് അവിനാഷിനെ ക്ഷേത്രത്തിൽ കൊണ്ടുവിട്ടത് അവനാ. അവന്റെ മിസ്സിങ്ങിൽ നല്ല ദുരൂഹതയുണ്ട്. ആ, കേസിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഞാനിപ്പോ വന്നത് തന്നെ നേരിട്ട് ക്ഷണിക്കാനാ. ക്ഷണിക്കാനോ? എന്തിന്? ഇത്തവണ അമ്മയുടെ പിറന്നാൾ ഗംഭീരമായിട്ട് ആഘോഷിക്കാനാ പരിപാടി. താൻ തീർച്ചയായിട്ടും ഉണ്ടാവണം. അടിപൊളി. അല്ലെങ്കിലും ആഘോഷങ്ങൾക്ക് അമരാവതിയിൽ എന്താ ഒരു കുറവ്? അതിരിക്കട്ടെ, താൻ ജ്യോതി ക്ഷണിച്ചില്ലേ? എന്താടോ തന്റെ മുഖമാടിയത്? ഓ, ക്ഷണിച്ചു. അമ്മയുടെ നിർബന്ധം കൊണ്ടായിരുന്നു. എടാ, നിനക്ക് എന്നെ അവിടം വരെ ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ? ഇവിടെ ഒരു ഡ്രൈവറുണ്ട്. ഡ്രൈവറെ കൂട്ടി ഞാൻ പോകത്തില്ല. അമ്മയ്ക്ക് ഡ്രൈവിംഗ് അറിയാലോ. എനിക്കങ്ങനെ പലതും അറിയാം. പക്ഷേ എന്റെ കൂടെ നീ വന്നേ പറ്റൂ. ഇല്ലെങ്കിലേ എന്റെ പിറന്നാളിനെ ഞാൻ പച്ചവെള്ളം കുടിക്കില്ല. അത് കലക്കി. പക്ഷേ താൻ തന്റെ തനി സ്വഭാവം കാണിച്ചു. അവിടെ ചെന്നിട്ടും താൻ അവളോട് മര്യാദയ്ക്ക് പെരുമാറിയില്ല. എടോ, ലോകം മുഴുവൻ മാറി, എന്നിട്ടും താൻ എന്താടോ മാറാത്തെ? താൻ ജ്യോതിയെ പിറന്നാളിന് ക്ഷണിക്കാത്തത് വളരെ മോശമായിപ്പോയി. ഞാൻ അവളെ വിളിക്കാനോ? തനിക്ക് വേറെ വല്ലതും പറയാനാണെങ്കിൽ പറയും. ജ്യോതിയുടെ വിഷയം നമുക്ക് ഇവിടെ വിടാം. അതങ്ങനെ വിടാൻ പറ്റും?
താനും ജ്യോതിയും സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. ജ്യോതി തന്നെ തെറ്റിദ്ധരിച്ചു, ശരി തന്നെ. എന്നാലും ജ്യോതി ഇങ്ങനെ ഒഴിവാക്കുന്നത് ശരിയല്ല. എനിക്കിനി നിങ്ങളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല. ഒരു പെൺവാണിഭക്കാരന്റെ കൂടെ ജീവിക്കാൻ ഇനി എന്നെ കിട്ടില്ല എന്ന്. എനിക്കിനി നിങ്ങളെ വിശ്വസിക്കാൻ കഴിയില്ല. നിങ്ങൾ എന്നെ ചതിച്ചു. നീ അറിഞ്ഞു ഒന്നും സത്യമല്ല, കണ്ടതും സത്യമല്ല. ഞാൻ ഒരിക്കലും നിന്നെ ചതിക്കില്ല. തൊട്ടുപോരുതെന്നെ. എന്നെ തൊടാൻ നിങ്ങൾക്കിനി ഒരു അവകാശമില്ല. നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കാം. പക്ഷെ ആ പെണ്ണിനെ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് സത്യം പറയിക്കണം. താൻ എന്താ ഈ കാണിക്കുന്നത്? അവിടെ വിട്. പറ്റാത്ത മണിക്ക് പോവല്ലേ ഡി കെ. കുറച്ച് വെള്ളം കുടിക്കേ. വെള്ളം കുടിക്കലോ. അങ്ങനെ വെള്ളം അടിക്കാത്തവനെന്നുള്ള പേര് ദോഷം മാറി കിട്ടി. എടോ, തനിക്കറിയോ എനിക്ക് അവളോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന്? പക്ഷേ അവൾ എന്നെ വിശ്വസിച്ചില്ല. എനിക്ക് അവളോട് 4 വർത്താനം പറയണം. താൻ എന്താണ് ഈ കാണിക്കുന്നത്? ഇത് ഓറഞ്ച് ജ്യൂസ് ഒന്നും അല്ല. വെള്ളം കുടിക്കേ. വെള്ളം കുടിക്കണോ. എന്നാലും ഈ DK ഇത് എവിടെ പോയി കിടക്ക? സമയം എത്രയായി? നമുക്കൊന്ന് വിളിച്ചു നോക്കിയാലോ? അത് വേണ്ട. DK ഒരു സ്ഥലത്ത് പോയാ ആരും ആവശ്യമില്ലാതെ വിളിച്ച് ശല്യപ്പെടുത്തുന്നത് DKക്ക് ഇഷ്ടമല്ല. ഇതിപ്പോ ശല്യപ്പെടുത്തല്ലോ, ഭക്ഷണം കഴിക്കാൻ വിളിക്കല്ലേ. ദേ, ഇനി ഇരുന്ന് ഈ ഭക്ഷണമൊക്കെ തണുത്തു പോവും. എന്തായാലും ഞാനൊന്ന് വിളിച്ചു നോക്കാൻ പോവാ. സ്വിച്ച് ഓഫ് ആണല്ലോ. സ്വിച്ച് ഓഫോ? DK എങ്ങനെ സാധാരണ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നതല്ലോ. ഏത് നമ്പറിലാ വിളിച്ചേ? നീ രണ്ടാമത്തെ നമ്പറിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. നീ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കിയേ. ഇല്ല മായേച്ചി, ഫോൺ എടുക്കുന്നില്ല. ഷോ, ഇനി വണ്ടി വല്ലതും ബ്രേക്ക് ഡൗൺ ആയോ വഴിയിൽ വെച്ച്? ഏയ്, അതൊന്നും ആവില്ല. DK ആ കളക്ടറുടെയോ കമ്മീഷണറുടെയോ അടുത്ത് കാണും. അവരുമായിട്ട് കത്തിയടിച്ചിരുന്ന് നേരം പോയത് അറിഞ്ഞു കാണില്ല. അമ്മേ, എന്നാലും വിളിച്ച ഫോൺ എടുക്കേണ്ടതാണ്. വാട്ട് ഈസ് ദിസ്? 3 മരുമക്കൾ എന്താ ഈ ഡൈനിങ് ടേബിളിൽ കുത്തിയിരിക്കുന്നത്? അമ്മയുടെ മകൻ ഇതുവരെ വന്നില്ല. അത് തന്നെ കാരണം. ഓഹോ, അവനോടെ പോയി? അതറിയാമെങ്കിൽ ഞങ്ങൾ ഇവിടെ കാത്തിരിക്കോ? ദേ അമ്മേ, ഭക്ഷണമൊക്കെ ഇരുന്ന് തണുത്തു. അമ്മയോട് വല്ലതും പറഞ്ഞായിരുന്നോ? എവിടെ പോവാണെന്നോ ആരെങ്കിലും കാണാൻ പോവാണെന്നോ മറ്റോ? നോ, എന്നോട് അവനൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ അവനെ വിളിച്ചു നോക്കിയില്ലേ? വിളിച്ചു നോക്കി. ഒരു ഫോണിൽ റിംഗ് ഉണ്ട്, പക്ഷെ എടുക്കുന്നില്ല. മറ്റേ ഫോൺ സ്വിച്ച് ഓഫാ. വെളുക്കുന്നില്ലേ? ഇല്ല. അപ്പൊ പിന്നെ അവനവിടെ പോയി?
അപ്പോ ഇതാണ് എന്റെ ഭാര്യ വീട്. ഞാൻ കള്ളുപിടിച്ചാലും വണ്ടിക്ക് കറക്റ്റ് വഴി അറിയാം. എല്ലാരും ഉറങ്ങിയോ? എടി ബേക്കറിക്കാരി, നീ നേരത്തെ എടുത്ത് ഉറങ്ങിയോടി? അവൾ ഉറങ്ങിയിട്ടില്ല. എടി ചങ്കും മത്തങ്ങയും തിരിച്ചറിയാൻ പാടില്ലാത്ത ബേക്കറിക്കാരി, നിന്നോട് 4 വർത്താനം പറയാനാണ് ഞാൻ വന്നത്. എന്താ വീട് കറങ്ങുന്നു? എടി ബേക്കറിക്കാരി, ഇറങ്ങി വാടി ഇങ്ങോട്ട്. ഇവിടെ എല്ലാവരും ദിവംഗതരായോ? മരമാക്കറി ബേക്കറിക്കാരി, നീ എന്താടി പുറത്തേക്ക് ഇറങ്ങി വരാത്തത്? എന്നെ പേടിച്ചിട്ടാണോ? ഇതെന്താ ഞാൻ നേരെ നിൽക്കാത്തത്? വർത്താനം പറയുമ്പോ നേരെ നിൽക്കണം, മനസ്സിലായോ? ഹലോ ഹലോ, നീ കേൾക്കുന്നുണ്ടോ? ഞാനിന്ന് കുടിച്ചു, ആദ്യമായിട്ട് കുടിച്ചു. എന്തിനാന്നറിയോ? മനസ്സിന്റെ ദണ്ണം അത്രയ്ക്കുണ്ടടി ബേക്കറിക്കാരി. എന്റെ ലൈഫിലേക്ക് വഴിതെറ്റി വന്നവളാ നീ. എന്നിട്ട് ഞാൻ നിന്നെ സ്വീകരിച്ചു, എന്റെ ഭാര്യയാക്കി. അയ്യോ, എല്ലാം മറന്ന് ഞാൻ നിന്നെ സ്നേഹിച്ചു. നീ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ ഇപ്പൊ ഞാനാരായി? നീ സെൽഫിഷാ, സ്വാർത്ഥിയാ നീ. സ്വാർത്ഥമതി. നീ കേക്കണം, ഇത് മുഴുവൻ നീ കേക്കണം. ഏതോ ഒരുത്തനൊരു പെണ്ണിനെ ഇറക്കി എന്നെ നാണം കെടുത്തി. എന്റെ മാനം പോയി. അതിലൊന്നും എനിക്ക് ഒരു പ്രശ്നമില്ല. അതൊന്നും കൊണ്ട് ആർക്കും ഈ DK തോൽപ്പിക്കാനും പറ്റില്ല. പക്ഷേ നീ എന്നെ തോൽപ്പിച്ചു. നിനക്കെന്നെ വിശ്വാസമില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ എല്ലാവരുടെയും മുന്നിലും തോറ്റു. എടി ബേക്കറിക്കാരി, നിനക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് നിന്നെ വേണ്ടടി. എടി ബേക്കറിക്കാരി, 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 എടി ബേക്കറിക്കാരി. ഇത്രയും പറഞ്ഞപ്പോ മനസ്സിനൊരു സമാധാനമുണ്ട്. എടി ബേക്കറിക്കാരി, ബേക്കറിക്കാരി.